സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റീസിൻ്റെ അല്ലെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആളുകളുടെ ചില പോസ്റ്റുകൾ, അവരുടെ ചില ഇടപെടലുകളൊക്കെ പെട്ടെന്ന് തന്നെ ജനപ്രിയമാകാറുണ്ട്. അത് ഒരുപാട് പേരിലേക്ക് എത്താറുണ്ട്. ഈ ആഴ്ച അങ്ങനെ ഒന്ന് സംഭവിച്ചിരിക്കുന്നത് പ്രശസ്ത നടി, മലയാളത്തിൻ്റെ പ്രിയ നടി ഭാവനയുടെ ഒരു പോസ്റ്റാണ്. ഈ ഭാവന ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രധാന ഐക്കണായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ പ്രധാന ഒരു നേതാവായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ആചാര്യൻ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ചെഗുവേരയുടെ ഒരു വരിയാണ് ഭാവന അത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അതിങ്ങനെയാണ്: ലോകത്തിലെവിടെയാണെങ്കിലും അനീതിക്കെതിരെ പോരാടാൻ, ആർക്കെതിരെ നടക്കുന്ന അനീതിക്കെതിരെയും പോരാടാൻ സജ്ജരാകുക എന്നതാണ് ഭാവനയുടെ പോസ്റ്റ്. ഭാവനയുടെ പോസ്റ്റിന് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത്. ഇപ്പം ഈ മലയാള സിനിമയിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം, പുറത്തു വന്ന ശേഷം നമ്മൾ അറിയുന്നത് ഒരുപാട് തരത്തിലുള്ള മലയാള സിനിമയിലുള്ള സെക്ഷുവലായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനാണ്. ഈ സിനിമയിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികളെ, പ്രത്യേകിച്ചും യുവതാരങ്ങളെ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെയൊക്കെ വളരെ വമ്പന്മാരായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ആളുകളും പവർഫുൾ ആയിട്ടുള്ള ആളുകളും, ഈ സിദ്ദിഖിനെ പോലെയുള്ള ആളുകളായാലും ഈ സംവിധായകൻ രഞ്ജിത്തിനെ പോലെയുള്ള ആളുകളായാലും ഒക്കെ അവരുടെയൊക്കെ പറ്റി പുറത്തു വന്നിരിക്കുന്നത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള പല വാർത്തകളുമാണ്. അപ്പം അങ്ങനെ വരുന്ന അവസരത്തിൽ ഭാവന ഈ പങ്കുവച്ചിരിക്കുന്ന ഇതിന് 100 തലമുണ്ട്, അതിന് 100 അർത്ഥങ്ങളുണ്ട്. മലയാള സിനിമയിൽ ഒരുപാട് നാളുകളായിട്ടുള്ള ഈ ചൂഷണം, പ്രത്യേകിച്ചും യുവതാരങ്ങളോടുള്ള അല്ലെങ്കിൽ പുതിയതായിട്ട് സിനിമയിലേക്ക് കടന്നു വരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് പച്ചയായിട്ടുള്ള ഒരു രഹസ്യമാണത്. പണ്ട് മലയാള സിനിമയിൽ നടിമാർ അഭിനയിക്കാനായിട്ട് കോടമ്പാക്കത്തിന് പോകുന്ന ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ പോയിട്ടുള്ള പല ആളുകളും, ഈ വിജയശ്രീ മുതൽ പിൻകാലത്ത് വന്നിട്ടുള്ള ഒരുപാട് ആയിരുന്ന സിൽക്ക് സ്മിത എന്ന് പറയുന്ന ഒരു നടിയുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ശോഭയുണ്ട്, ഒരുപാട് പേരുണ്ട്. എണ്ണിയാൽ തീരാത്ത അത്രയും ആളുകളുടെ ജീവിതം ഹോമിക്കപ്പെട്ട ഒരിടമാണ് സിനിമ. ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ തകർന്ന ഒരു സ്ഥലമാണ് സിനിമ. ഒരുപാട് പേരുടെ ജീവിതം നശിച്ച ഒരു സ്ഥലമാണ് സിനിമ. ഈ ചെഗുവേരയുടെ ഈ പ്രശസ്തമായിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ചെഗുവേര ഇതിനകത്തൂടെ, ഈ ചെഗുവേരയുടെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് തൊഴിലാളികളുടെ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി, അവരുടെ യൂണിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് ഈ പറയുന്ന പോലെ. പക്ഷേ ഭാവന ഈ സമയത്ത് ഇത് പങ്കുവെക്കാനുള്ള കാരണം, ഈ സമയത്താണ് ഒരുമിച്ച് നിൽക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ആഹ്വാനമാണ് ഭാവന ചെയ്യുന്നത്. അത് മലയാളത്തിലെ ചില യുവതാരങ്ങൾ, ആണുങ്ങളായിട്ടുള്ള താരങ്ങൾ ഇതിനോട് വളരെ ഐക്യദാർഢ്യപ്പെട്ടിട്ടുണ്ട്. അവർ സ്റ്റേറ്റ്മെൻ്റായിട്ടത് പറഞ്ഞിട്ടുമുണ്ട് പുറത്ത്. ഒന്ന് പൃഥ്വിരാജാണ്. അദ്ദേഹം പണ്ട് മുതലേ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഒരു നിലപാടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ ഒരുപാട് പേര്. അതുപോലെ തന്നെ മറ്റൊരു യുവതാരമായ ടൊവിനോ തോമസ് ആണെങ്കിലും ഇവർക്കൊക്കെ ഒരു നിലപാടുള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരുപാട് പേര് മൗനം അവലംബിക്കുമ്പോൾ, ഇതുപോലെ തന്നെ ഈ പാടുപെട്ട് ആരെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി മൗനം അവലംബിക്കുമ്പോൾ ചില സത്യങ്ങൾ ചില ആളുകൾ, ചില യുവതാരങ്ങൾ പുറത്തു പറയാൻ മടി കാണിക്കുന്നില്ല. ഈ ഭാവന എന്ന് പറയുന്ന നടി മലയാളത്തിലെ ഏറ്റവും വലിയ ചാലഞ്ചിങ് റോളുകളൊന്നും ചെയ്ത ആളോ, അല്ലെങ്കിൽ ഈ നാഷണൽ അവാർഡോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഈ പ്രത്യേക രീതിയിലുള്ള റെക്കഗ്നീഷൻ മേടിച്ച നടിയൊന്നുമല്ല. ആ കുട്ടിക്ക് അതുപോലെയുള്ള ചാൻസ് ഒന്നും കിട്ടിയ നടിയൊന്നുമല്ല. പക്ഷേ ജീവിതത്തിൽ അദ്ദേഹം, ആ നടി അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ ഒരു ഫൈറ്ററാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ഫൈറ്ററാണ്. ഒരുപാട് പേർക്ക് പ്രചോദനമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ നമ്മൾ പല ആളുകളും. അപ്പം ഈ ഒരു ആഹ്വാനത്തിനൊപ്പം നമുക്ക് പറ്റുന്നത് പോലെ, നമുക്ക് ഈ സ്ഥിരം ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് നമുക്ക് പറ്റുന്ന പോലെ നമുക്കും സപ്പോർട്ട് കൊടുക്കാം. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഏത് മേഖലയിലായാലും ചൂഷണം തടയപ്പെടേണ്ടതാണ് എന്നുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. എങ്കിൽ നമുക്കും ഇവരോടൊപ്പം തന്നെ ഐക്യദാർഢ്യപ്പെടാം.